ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജേറിന്റെ മൊബൈൽ ഫോൺ ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതി തെളിവ് ശേഖരണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് നടപടി. ബുജേറിന്റെ ജാമ്യ ഹർജി കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജേറിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനായി കോടതിയുടെ അനുമതിയോടെ മൊബൈൽ ഫോൺ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കും. ലഹരി ഇടപാടിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇതിന്റെ ലോക്ക് തുറക്കാൻ പ്രതി അനുവദിക്കുന്നില്ല. ഇത് കോടതിയെ ധരിപ്പിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാർക്കോട്ടിക് കേസ് പ്രതി റിയാസിന്റെ ഫോണിൽ നിന്ന് ബുജേറുമായി നടത്തിയ വാട്സപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റിയാസുമായി പലതവണ മയക്കുമരുന്ന് ഇടപാട് നടത്തിയതായി ബുജേർ പോലീസിനോട് സമ്മതിച്ചിരുന്നു. വൈദ്യപരിശോധനാ സമയത്ത് രാസലഹരി ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നതായി കുറ്റസമ്മതവും നടത്തി. ഇതേ തുടർന്ന് രക്തസാമ്പിളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബുജേർ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതനുസരിച്ചാവും കോടതി ഹർജി പരിഗണിക്കുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.